സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സോസേജ് കറി നോക്കിയാലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന സോസേജ് കറി ആയിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി ഉള്ളി കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞ് വെച്ചോളൂ. പിന്നെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കം കൂടി സെയിം അളവിൽ മുറിച്ചിട്ട് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇന്ന് നമ്മൾ അധികം മസാല ഐറ്റംസ് ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം മതി. പിന്നെ ലാസ്റ്റിൽ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്, അത് വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ദുബായിൽ വന്ന സമയത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോസേജ് കറിയാണ് ഉണ്ടാക്കുക. മറ്റേ ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റും. എന്നിട്ട് അടുത്ത ദിവസം എടുക്കും, രാത്രി എടുക്കും. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാ ഫുഡിൻ്റെ കൂടെയും. കുബൂസാണ് കേട്ടോ മെയിൻ ഐറ്റം. കുബൂസിൻ്റെ കൂടെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, പ്രവാസികൾക്കറിയാം. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സിമ്പിളായിട്ടും പെട്ടെന്നും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നൈസായിട്ട് ഞാൻ അരിഞ്ഞു വെച്ച സോസേജ് മൊത്തം അതിലേക്ക് ഇട്ടു. സോസേജ് ഒന്ന് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല വേവും. കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോസ് ചേർത്ത് കൊടുക്കണം. സോസ് ചേർക്കണം ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് ചേർത്താൽ മതി, കാരണം അത് അത്ര നല്ല സാധനമല്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോപ്പ് ചെയ്തോളൂ, കാരണം സോസിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ കുറച്ച് സോസ് എടുത്ത് ചെയ്യാം. അങ്ങനെ സാധനം സെറ്റായി. ഞാനത് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി. ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ മുകളിൽ വെതറിയിട്ട് ഒന്ന് സീന് കാണിക്കുന്നുണ്ട് കുറച്ച്. സംഗതി ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റുകൾ പോന്നോട്ടെ. പിന്നെ സംഗതി ടേസ്റ്റായിരുന്നു കേട്ടോ. വൈഫിനും ഇഷ്ടമായി. മോൾക്ക് അധികം കൊടുത്തില്ല, കാരണം സോസ് ചേർത്ത ഐറ്റം ആയതുകൊണ്ട് മോൾക്ക് കൊടുത്തില്ല. സംഗതി അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ബായ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.